മുതൽ രാവിലെ നേരത്തെ എണീക്കണം, പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ചില ദിവസങ്ങളിലാണെങ്കിൽ തീരുമാനങ്ങൾ വരെ എടുക്കാറുണ്ട്. എന്ത് വന്നാലും ശരി, നാളെ ഞാൻ നേരത്തെ എണീക്കും. അങ്ങനെ അലാറം വരെ സെറ്റ് ചെയ്ത് കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസം ആവുന്നു, അലാറം അടിക്കുന്നു, പിന്നെ എന്താ അവിടെ സംഭവിക്കാമെന്ന് ഞാൻ പറയേണ്ടതല്ലോ. എപ്പോഴത്തെയും പോലെ അതങ്ങ് സ്നൂസ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുന്നു. എന്തുകൊണ്ടായിരിക്കും നമുക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റാത്തത്? രാവിലെ എണീക്കണമെന്ന് തീരുമാനിച്ച് അലാറം സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം നേരത്തെ നമുക്ക് എണീക്കാൻ പറ്റണമെന്നുണ്ടോ? ഇല്ല. സോ ആദ്യം നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിലാണ്. അതായത് നമ്മുടെ റൊട്ടീനകത്താണ് നമ്മൾ ആദ്യം ചേഞ്ച് വരുത്തേണ്ടത്. സോ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതെങ്ങനെ രാവിലെ നേരത്തെ എണീക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. സോ ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഹൗ ടു വേക്ക് അപ്പ് ഏർലി വിതൗട്ട് ഫീലിംഗ് ടയേർഡ് ഓർ ലേസി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തിനു നമ്മൾ രാവിലെ നേരത്തെ എണീക്കണം? സൂര്യൻ ഉദിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുന്നേയുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത അഥവാ ക്രിയേറ്റേഴ്സ് ടൈം എന്ന് പറയുന്നത്. ഈ സമയത്താണ് നമ്മുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, മെൻ്റൽ ക്ലാരിറ്റി, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ തന്നെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിലും സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിലും സ്പിരിച്വൽ പ്രാക്ടീസിനാണെങ്കിലും ശരി, ഇത്രയും നല്ല സമയം വേറെയില്ല. സോ ബ്രഹ്മമുഹൂർത്ത നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഡെയിലി 5 മണിക്ക് എണീക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത്. സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഗോ ടു ബെഡ് ഏർലി. രാവിലെ നേരത്തെ എണീക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രി നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 12 മണിക്കും 1 മണിക്കൊക്കെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ എങ്ങനെയാണ് 5 മണിക്ക് നിങ്ങൾക്ക് എണീക്കാനായിട്ട് പറ്റുക? കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഡെയിലി കിടന്നുറങ്ങണ്ടേ? അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സോ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കണമെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. എന്നാൽ പല ആളുകളുടെ ഒരു പ്രശ്നമാണ് ഇത്രയും നേരത്തെ 10 മണിക്കൊക്കെ കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയുന്നത്. ഇതിനുള്ള കാരണം നമ്മൾ രാത്രി ഒരുപാട് നേരം ഫോണും ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് റേസ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യും. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് പ്രൊമോട്ടിംഗ് ഹോർമോണാണ്. രാത്രി സമയങ്ങളിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും, പകൽ സമയങ്ങളിൽ ഇത് കുറവുമാണ്. അതുകൊണ്ടാണ് രാവിലെ നമുക്ക് ഉറക്കം വരാത്തത്. പക്ഷേ രാത്രി നമ്മൾ ഒരുപാട് സമയം ഈ പറഞ്ഞ സ്ക്രീൻ യൂസ് ചെയ്യുന്നതിലൂടെ മെലാറ്റോണിൻ്റെ അളവ് കുറയുകയും നമുക്ക് ഉറക്കം വരാണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ബുക്സ് വായിക്കാം, ജേർണലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാം. തുടക്കത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നീട് അങ്ങോട്ട് അത് മാറിക്കിട്ടും. സോ നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ് നേരത്തെ എണീക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റെപ്പ് നമ്പർ 2, മേക്ക് ഡിന്നർ ലൈറ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. എപ്പോഴും രാത്രി ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ചില ആളുകൾ രാത്രിയിലായിരിക്കും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്. ഇങ്ങനെ കുറേ ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഡൈജഷനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ രാത്രി പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടില്ല. എന്നാൽ നമ്മൾ ലൈറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാനും മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും വെയിറ്റ് ലോസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റ് രാത്രി ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. സോ ലൈറ്റായിട്ട് മാത്രം ഭക്ഷണം കഴിക്കുക, ഹെവി ആയിട്ട് കഴിക്കാണ്ടിരിക്കുക. ഹെവി ആയിട്ട് കഴിക്കാണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും കഴിക്കാണ്ടിരിക്കുകയും ചെയ്യരുത്. രാത്രി എന്തായാലും ഭക്ഷണം കഴിക്കുക, പക്ഷേ കുറച്ച് മാത്രം കഴിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഉറങ്ങുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഒരു 10 മണിക്കാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ ഒരു 8 മണിയാകുമ്പോഴേക്കും ഡിന്നർ കഴിക്കുക. സ്റ്റെപ്പ് നമ്പർ 3, സ്ട്രോങ് മോർണിംഗ് റൊട്ടീൻ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നല്ല മോർണിംഗ് റൊട്ടീൻ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. സെറ്റിംഗ് എ മോർണിംഗ് റൊട്ടീൻ ഈസ് എ ടോൺ ഓഫ് യുവർ എൻറ്റയർ ഡേ എന്നാണ് പറയാറുള്ളത്. അതായത് ഒരു നല്ല മോർണിംഗ് റൊട്ടീൻ നമ്മുടെ ആ ഒരു ഡേ ഒരു പർപ്പസോട് കൂടി അല്ലെങ്കിൽ ഫോക്കസോട് കൂടി അതുപോലെ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനൊരു മോർണിംഗ് റൊട്ടീൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനൊരു മോർണിംഗ് റൊട്ടീൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ മൈൻഡിനെ കാമാക്കുന്ന ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് രാവിലെ നേരത്തെ എണീറ്റ് പ്രയർ ചെയ്യുന്നതായിരിക്കും താല്പര്യം, ചിലർക്കാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കും. സോ ഓരോരുത്തരെയും ഹാപ്പിയാക്കുന്ന, അവരുടെ മൈൻഡിനെ കാമാക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് പറ്റിയ ഒരു മോർണിംഗ് റൊട്ടീൻ ഫോളോ ചെയ്യുക. മാത്രമല്ല നമ്മൾ നേരത്തെ എണീക്കുന്നതിലൂടെ ഇറ്റ്സ് ഗിവ് യു എക്സ്ട്രാ ഹവേഴ്സ് ടു പ്ലാൻ യുവർ ഡേ, എക്സസൈസ്, റീഡ് ഓർ ഡു എനിത്തിങ് ദാറ്റ് ബൂസ്റ്റ് യുവർ പ്രൊഡക്ടിവിറ്റി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ വിതൗട്ട് എനി ഡൗട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മണിക്ക് എണീക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾവേസ് റിമെമ്പർ, waking up early is not just about getting out of bed. It's about creating time for the habits that shape a successful day and eventually a successful life.